എന്ത് പറയണമെങ്കിലും അതിന്റെ കൂടെ പറയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഉദ്ദേശിച്ചാൽ. എന്തേ കാരണം? നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അല്ലാഹ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ ആയത്ത് അവതരിക്കാനുള്ള ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചിലർ വന്നുകൊണ്ട് ചില സംശയങ്ങൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, നാളെ ഞാൻ പറഞ്ഞു തരാം, നാളെ ഞാൻ മറുപടി പറയാം. അത് റസൂലുള്ളാഹി പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ മനസ്സിൽ അതിനുള്ളിൽ വഹി ഇറങ്ങും. അങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്ന അർത്ഥത്തിലാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഉറപ്പായി നാളെ ഞാൻ പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അവര് മടങ്ങിപ്പോയി. പിറ്റേന്ന് അവർ വന്നു, പക്ഷേ വഹി വന്നില്ല, വഹി എത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമിച്ചു പോവുകയാണ്. എന്താണ് ഇവരോട് പറയുക? റബ്ബേ, ഞാൻ ഇന്ന് പറയാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ വഹി വന്നില്ലല്ലോ. റസൂലുള്ളാഹി വിഷമിക്കുമ്പോ നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദാ. ഈ പറഞ്ഞതിരിക്കട്ടെ, ഇനി ഏതെങ്കിലും ഒരു കാര്യം നാളെ ഞാനത് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ഇല്ലാ അയ്യശാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ പറയാൻ പാടില്ല നബിയെ. കാരണം അല്ലാഹ് എന്താണ് ഉദ്ദേശിച്ചത്, അല്ലാഹ് എന്താണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ. പക്ഷെ കാന്തപുരം അറിയാതെ അല്ലാഹ് ഒന്നും ചെയ്യില്ല. എന്ന് വെച്ചാൽ നബിയെക്കാളും വലിയ ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാധുക്കളാണ്, ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങളായിരിക്കും, അയൽവാസികളായിരിക്കും, ബന്ധുമിത്രാദികളായിരിക്കും. ഈ വലാലത്തിൽ അകപ്പെട്ട്, ഈ ജീർണതയിൽ അകപ്പെട്ട് പറഞ്ഞു നടക്കുക തന്നെയാണ്. അള്ളാന്റെ പേരിൽ ഇത് പറയുന്ന ആളുകൾ പിന്നെ റസൂലുള്ളാഹിന്റെ പേരിൽ പറയുന്ന വലിയ ക്ഷാമുണ്ടോ? അള്ളാഹുവിന്റെ പേരിൽ ഈ അപരാധം പറയുന്ന ആളുകൾക്ക് അള്ളാന്റെ റസൂലിന്റെ പേരിൽ അപരാധം പറയാൻ വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. എത്രമാത്രം അപകടകരമായ വാദമാണ് ഇവർ പറയുന്നത്. ഉസ്താദ് ആശിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗളേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാലും തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീനെ. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി. ബാബുസലാമിലൂടെ ഞാൻ ദൗലയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ ദിക്കുണ്ടായതുകൊണ്ട് വരൂല പറഞ്ഞല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ലേ സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്? എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ, അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിനോട് അങ്ങ് ചെന്നപ്പോൾ കൊണ്ടൂർ സാഹിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞപ്പോ, ഉനാക ശൈഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. അല്ലാഹ് കാക്കട്ടെ. എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു, മാന്യരായ എന്റെ സഹോദരങ്ങൾ, എ പി സമസ്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ഗുളികയെങ്കിലും വാങ്ങി കൊടുക്കണം. നിങ്ങൾ ഈ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണകാംശം 2 ഗുളിക. ഏതെങ്കിലും ഒരു മാന്യനായ ഹോസ്പിറ്റൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിപ്പിച്ചിട്ട് 2 ഗുളിക വാങ്ങി കൊടുക്കണം. എന്താ ഈ പറഞ്ഞത്? ആരുടെ പേരിലാണ് ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുണ്ടൂർ ഉസ്താദ് മലപ്പുറം ജില്ലയിലെ ഒരാളാണ്, ഈ അടുത്ത് മരിച്ചു പോയാണ് കുണ്ടൂർ ഉസ്താദ്. കുണ്ടൂർ ഉസ്താദ് നേരെ മദീനത്ത് എന്നാൽ എപ്പോഴും റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് പോയി നോക്കും, സലാം പറഞ്ഞു പോരും. ഭയങ്കര തിരക്കാണ് അവിടെ. ഒരു പ്രാവശ്യം ചെന്നിട്ട് ഇനി മേല വരൂല, എപ്പോൾ വന്നാലും ഇവിടെ തിരക്കാണ്, ഞാൻ വരൂല എന്ന് പറഞ്ഞ് സലാം ചൊല്ലി പോകുന്നു. അടുത്ത പ്രാവശ്യം ചെന്നിട്ട് അങ്ങോട്ട് പോയില്ല, മാറി നിൽക്കാണ്. മാറി നിൽക്കുമ്പോ ഇടയ്ക്ക് പറയണ്, സ്വപ്നത്തിലല്ല, സ്വപ്നം കണ്ടതല്ല, നേരെ കുറച്ച് ഉണർവിൽ തന്നെയാണ്. വാ കുണ്ടൂർ താൽ, കുണ്ടൂർ താൽ. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുണ്ടൂരെ വിളിക്കും, ഇങ്ങോട്ട് വാ. അവ കുണ്ടൂര് പറയാണ്, എന്ത്? അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ, ഞാൻ വരൂല, അവിടെ ഭയങ്കര തിക്ക് തിരക്കണം, കുഴപ്പമില്ല, ബാബുസലാമിന്റെ ഭാഗത്തോടെ ഇങ്ങ് വന്നോളൂ. അപ്പോഴും കൊണ്ടുവരിങ്ങനെ മടിച്ചിരിക്കുമ്പോ റസൂലുള്ളാഹി പറയാണ്, നീ പേടിക്കണം, നിനക്ക് വേണ്ട ഒരാൾ ഇവിടെ ഉണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാ വിളിച്ചത്, വാ. അപ്പോ കൊണ്ടൂർ ഉസ്താദ് ചിന്തിക്കണം, അല്ല, ഏറ്റവും വലിയ ആള് മനുഷ്യരുടെ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ, അതിനേക്കാളും വലിയ ആളാണ് അവിടെ ഇരിക്കുന്നത്. ഇരിക്കുന്ന ആൾ എന്തായാലും ഒരു VIP ആയിരിക്കുമല്ലോ. വിളിക്കുന്ന ആളോ? വിളിക്കുന്ന ആൾ VIP ആവൂല, ഇരിക്കുന്ന ആൾ VIP ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമ്പോ ആരാണ് അവിടെ എന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങ് ചെല്ലുമ്പോ ഹുനാക ശൈഖ് അബൂബക്കർ, അവിടെ അബൂബക്കർ ഇവിടെ ഇരിക്കാണ്.
അബൂബക്കർ മുസ്ലിയാർ കസേരയിട്ട് അവിടെ ഇരിക്കുക, റസൂലുള്ളാഹി താഴെ റൂം പോയി ഒക്കെ ചെയ്യണ പോലെ വാ ഇവിടെ വാന്ന് പറഞ്ഞ് വിളിക്കാൻ നിൽക്കുകയാണ്. ഇത് ബോധത്തോടൊരു മനുഷ്യൻ പറയും മാന്യ സഹോദരൻ? ബോധമുള്ളൊരു മനുഷ്യനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾ നാടന്മാരും നിങ്ങൾക്ക് പറയാൻ പറ്റും? നബിയുടെ പേരിൽ ഇങ്ങനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ഇങ്ങനെ ഇത് മൈക്കേട്ടി പ്രസംഗിച്ചടക്കാണ് ഇവിടെ എന്ന് പറഞ്ഞാ കാന്തപുരം എന്ന് പറഞ്ഞ ആരാ? നബിയേക്കാൾ വലിയ ആളാണ്. എങ്കിൽ ഇസ്ലാമിൽ ഒരു ഹുക്കുമുണ്ട്. അതേ അബൂ ഹയ്യാൻ തന്റെ ബഹറുൽ മുഹീത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വമൻ ദഹബ ഇലാ അന്ന നുബുവത മുക്തസബ. ഒരുത്തൻ വാദിച്ചു പോയി. എന്താ വാദിച്ചത്? അന്ന നുബുവത മുക്തസബത്തുൻ, ഒരാൾക്ക് നുബുവത്ത് സമ്പാദിച്ചുണ്ടാക്കാവുന്നതാണെന്ന് ഒരാൾ വാദിച്ചു. നമ്മുടെ നാട്ടിലെ ഖാദിയാനികൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട്. ഒരാൾ കുറെ കാലം നമസ്കരിച്ച് നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് അങ്ങനെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അങ്ങനെ പടിപടിയായി വളർന്ന് നബിയായി മാറാമെന്നൊരു വാദമുണ്ട്. ഈ വാദത്തിലേക്ക് ആരെങ്കിലും പോയാൽ അതുപോലെ തന്നെ ഇനി അതല്ല, ഈ രൂപത്തിൽ നുബുവത്ത് സമ്പാദിച്ചുണ്ടാക്കാമെന്ന ഖാദിയാനികളുടെ വാദമില്ല. നേരെ മറിച്ച് അന്നൽ വലിയ അഫ്ളലു മിനൻ നബി, ഒരു വലിയ എന്ന് പറഞ്ഞാൽ ആ വലിയ ഒരു നബിയേക്കാൾ ശ്രേഷ്ഠനാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ, കാന്തപുരം വലിയ കാര്യമല്ല പറയുന്നത്, ഒരു വലിയന്റെ കാര്യം പറയുന്നത്. ഒരു വലിയ, ആ വലിയ തന്നെ, ആ വലിയ അതേ അല്ലാഹുവിന്റെ റസൂലിനെക്കാളും ശ്രേഷ്ഠനാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ ഫഹുവ സിന്ദീഖ്, അവൻ നിർമ്മിതവാദിയാണ്. യജിബു ഖത്ലുഹു, ഇസ്ലാമിക കോടതി അവന് നൽകേണ്ട ശിക്ഷ വധശിക്ഷയാണ്. ഇസ്ലാമിക കോടതി അവന് നൽകേണ്ട ശിക്ഷ വധശിക്ഷയാണ് എന്ന് ഞാനല്ല പറയുന്നത്. നേരെ മറിച്ച് അബൂ ഹയ്യാൻ തന്റെ തഫ്സീർ ബഹറുൽ മുഹീത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് കാണാം. ഒരു വലിയ നബിയേക്കാൾ ശ്രേഷ്ഠനാന്ന് പറഞ്ഞാൽ അവൻ സിന്ദീഖാണ്. ഇസ്ലാമിക കോടതി വധശിക്ഷ കൊടുക്കണതാ. എന്നിട്ടല്ലേ ഈ മൊയ്ലാര് ആ മൊയ്ലാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു വലിയന്റെ ദറജ എത്തിയെന്ന് ഇവര് പറയുമെങ്കിലും നമുക്കത് ഉറപ്പിക്കാൻ കഴിയില്ല. ഇനി അങ്ങനെ ആയി എന്ന് തന്നെ വിചാരിക്കുക. എന്നാ പോലെ നബിയേക്കാൾ ശ്രേഷ്ഠനാണെന്ന വാദത്തിലേക്ക് എത്തിയാൽ ഖാദിയാനികളെ പോലെ പിഴച്ചവരാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇയാൾ ഉണർച്ചയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇവർ ഉറക്കത്തിലുള്ള കാര്യമെങ്കിലും പറയാം. ഇപ്പൊ പറഞ്ഞത് ഉണർവിലുള്ള കാര്യം. പിന്നെ ഇയാൾ ഉറങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കണം. ഇയാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ തൂങ്ങി ഉറങ്ങിയ പോലെ സ്വപ്നം കാണും. ഫുള്ള് സ്വപ്നം തന്നെ. ആ മൂലർ അങ്ങോട്ട് പോയി, ഈ മൂലർ ഇങ്ങോട്ട് പോയി, അങ്ങനെ ഇയാൾ സ്വപ്നം കാണാൻ. സ്വപ്നം കണ്ട് അവസാനം കാന്തപുരം മുസ്ലിയാരെ സംബന്ധിച്ച് കൂടുതൽ സ്വപ്നം കാണുക മാത്രമല്ല ഇങ്ങനെ പ്രസംഗിക്കാനും തുടങ്ങി. ഞാനതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഈ വിഷയം കൊണ്ട് നേരം വിളിച്ചു പോകും. പകരയുടെ സ്വപ്നം അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയില്ല. ഒരു ഉദാഹരണ സാമ്പിളുകൾ കണ്ടല്ലോ. ഇങ്ങനെ ഇയാൾ ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ, തട്ടിവിടാൻ തുടങ്ങിയപ്പോ വേറൊരു മുസ്ലിയാർക്കൊരു ബേജാറ്. ഇതൊക്കെ മനുഷ്യന്മാർ ഉൾക്കൊള്ളൂ ഇല്ലല്ലോ. അതുകൊണ്ട് ആ മുസ്ലിയാർ മറുപടി പറഞ്ഞു എന്ന് വരുത്താൻ ശ്രമിക്കുന്നത് കേട്ടോളൂ. എപി ഉസ്താദിന് இந்த വിഷയത്തിൽ സ്വപ്നം കണ്ട ചില സംഭവങ്ങൾ ഒരു അക്സരി പറഞ്ഞ സീഡിയുടെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടാണ് ഇവരവിടെ കുറേ വേണ്ടാത്തത് പറഞ്ഞത്. ഞാൻ പറയാ, എപി ഉസ്താദ് ഇങ്ങനെയൊക്കെയാണ് ഞാനിന്ന് പറഞ്ഞോ? എപി ഉസ്താദ് പറയിച്ചതാണോ? എപി ഉസ്താദ് പറഞ്ഞോ? ആരോ ഒരാള് എവിടെയോ സ്വപ്നം കണ്ടെന്ന് എവിടുന്നോ പറഞ്ഞതിന് എപി ഉസ്താദ് ഉത്തരവാദിയാവോ? ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ രണ്ടു കൂടിയില്ല പറഞ്ഞു. അതെ, ഉണ്ടായാലും ഇല്ലെങ്കിലും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇതൊന്നും ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല. ഉണ്ടായാലും ഇല്ലെങ്കിലും എന്നാ പറയണത്. എന്നിട്ട് അയാൾ ചോദിക്കാണ്, ഇതൊക്കെ എപി ഉസ്താദ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എപി ഉസ്താദ് പറഞ്ഞോന്ന് അയാൾ ചോദിക്കണത്. അല്ലാതെ എപി ഉസ്താദ് പറഞ്ഞോ? ഞാനിങ്ങനൊന്നും അല്ല, അതേതോ വട്ടപ്പുള്ളിയാര് പറയുന്നതാണ് എന്ന് ആ എപി ഉസ്താദ് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇത് കേട്ടിട്ട് പറഞ്ഞോ? ഇങ്ങനൊന്നുമല്ല, ഞാൻ ഇതാരും വെറുതെ കെട്ടി പറയുന്നതാണെന്ന് പറഞ്ഞോ? എപി ഉസ്താദ് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനൊന്നും അല്ലാന്ന് പറഞ്ഞു. ഇങ്ങനെ ആണെന്ന് പറഞ്ഞു മൊയ്ലാര്. അല്ലാന്നാ പറയേണ്ടത്. ഒരാൾ ഇങ്ങനെയാണ്, ഒരാൾക്ക് അർഹതയില്ലാത്തപ്പോ ഒരാൾ പറയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാന്തപുരം മുസ്ലിയാരാണ്. ഒരു മുസ്ലിയാർ പ്രസംഗിക്കാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി കാന്തപുരം ഉസ്താദാണ്. ഇത് കേട്ടിട്ട് കാന്തപുരം ഉസ്താദ് വെറുതെ ഇരിക്കോ? അവിടെ വെറുതെ ഇരിക്കോ? ആളുകൾ കൂക്കൂലേ? കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി കാന്തപുരം ഉസ്താദ് അല്ലാതെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പിന്നെ എങ്ങനെ ഇയാൾ അടങ്ങിയിരിക്കും? ഇയാൾ പറയൂലേ അത് ഞാനല്ല, അതേതൊരു മൊയ്ലാര് പറഞ്ഞതാണെന്ന് ഇയാൾ പറയണ്ടേ? കാന്തപുരം മുസ്ലിയാർ പറയണ്ടേ? പറയണം. എന്നാൽ ഈ രൂപത്തിലുള്ള കള്ളക്കഥകൾ ഈ മുസ്ലിയാക്കന്മാര് പറഞ്ഞടക്കുമ്പോ അത് ശരിയല്ല എന്ന് കാന്തപുരം ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം.
അപ്പൊ നമ്മൾക്ക് അംഗീകരിക്കാം. ഈ അഹ്സന് പൊട്ടത്തരം പറഞ്ഞാണ് നമ്മൾ പറയും. ഈ അഹ്സനിമാര് പൊട്ടത്തരം പറഞ്ഞിട്ട് നടക്കണം നമ്മൾ പറയും. അത് പറയാത്തിടത്തോളം കാലം അദ്ദേഹത്തിന്റെ മൗനം സമ്മതമായി കണക്കാക്കും. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കന്യക വിവാഹം ആലോചിച്ചത് എന്നാൽ അവളുടെ മൗനമാണ് സബക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാളിങ്ങനെ കന്യക പോലെ മൗനമാണ്. ഈ കന്യകയുടെ മൗനത്തിലാണ് കാന്തപുരം മുസ്ലിയാർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് കാന്തപുരം അംഗീകരിച്ചതായിട്ടാണ്. അല്ലെങ്കിൽ അയാൾ പറയട്ടെ, ഈ പറഞ്ഞതുപോലല്ല, അഹ്സനെ പറഞ്ഞതൊക്കെ എന്റെ പേരുള്ള കളവാണ് എന്ന് പറയട്ടെ. ഈ മറുപടി പറയാൻ ശ്രമിച്ച പേരോട് സഖാഫി അയാൾ പോലും പറയുന്നത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നാണ്. ഉണ്ട് എന്നോ ഇല്ലാന്നോ പറയാൻ കഴിയുന്നില്ല. അതെന്ത് മറുപടി മൂലേരെ? ഒന്നുകിൽ പറയണം ഒന്ന്, അല്ലെങ്കിൽ രണ്ട്. ഒരണ്ട് എന്ന് പറയണം. ഒന്നെന്നോ അല്ലെങ്കിൽ രണ്ടെന്നോ, രണ്ടിലൊന്ന് പറ. ഒന്ന് അല്ലെങ്കിൽ രണ്ട് എന്ന് പറ. അല്ല ഒരണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നുകിൽ ചോറ് അല്ലെങ്കിൽ കഞ്ഞി, അല്ലാതെ ചൊറിഞ്ഞി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചൊറിഞ്ഞി എന്ന് പറയണ്ട. ഒന്നുകിൽ ചോറ് അല്ലെങ്കിൽ കഞ്ഞി. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പറ്റൂല. ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അതല്ലേ പറയേണ്ടത്? പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഈ സ്വപ്നം അതൊന്നുമല്ല ദീനെന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാതെ പോകുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, മാന്യ സഹോദരങ്ങളെ, അങ്ങനെ സ്വപ്നം ദീനല്ല എന്ന് പറഞ്ഞാൽ, സ്വപ്നം തെളിവല്ല എന്ന് പറഞ്ഞാൽ ഇവർ ചൊല്ലി നടക്കുന്ന പലതും വലിച്ചെറിയേണ്ടി വരും, സംശയമില്ല. സ്വപ്നമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുന്നത്താണ് എന്ന് വാദിച്ചാൽ ഇവർ പേര് നടക്കുന്നത് പലതും തള്ളേണ്ടി വരുമെന്ന് ഞാൻ എന്റെ വകയ്ക്ക് പറയുന്നില്ല. അത് സ്വയം